Hi friends, I am Rajesh Nilakandan. Welcome to Raj Graphics. In the namku Adobe Illustrator le clipping mask ine kurichu padikam. Okay, so let's start the tutorial. So നമ്മൾ ഒരു പുതിയൊരു ഫയൽ എടുത്തിട്ടുണ്ട്. ഓക്കേ, ഇനി നമുക്ക് ഇങ്ങോട്ട് ഒരു ഇമേജ് പ്ലേസ് ചെയ്യാം. ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് ഒരു ഇമേജ് ഇങ്ങോട്ട് പ്ലേസ് ചെയ്യാം. ഞാനൊരു ഈ ഒരു റോസിന്റെ ഇമേജ് ഞാൻ ഇങ്ങോട്ട് പ്ലേസ് ചെയ്യാണ്. നമുക്കത് പെർഫെക്റ്റ് ആയിട്ട് സെന്ററിൽ അലൈൻ ചെയ്തു വെക്കാം. ഓക്കെ, സോ എന്തിനാണ് നമ്മൾ ക്ലിപ്പിംഗ് മാസ്ക് ഉപയോഗിക്കുന്നത്? ക്ലിപ്പിംഗ് മാസ്ക് ഉപയോഗിക്കുന്നത് വെച്ചാൽ നമ്മുടെ ഒരു ഡിസൈനുള്ളിലെ ഷേപ്പിനുള്ളിലേക്ക് കറക്റ്റായിട്ട് ആ ഇമേജിനെ പ്ലേസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ക്ലിപ്പിംഗ് മാസ്ക് ഉപയോഗിക്കുന്നത്. ഫോർ എക്സാമ്പിൾ, എൻ്റെ ഒരു ആർട്ട് വർക്ക് ഞാനൊരു സർക്കിൾ എൻ്റെ സപ്പോസ് ഒരു ആർട്ട് വർക്കിൽ ഒരു സർക്കിൾ ഷേപ്പ് ഉണ്ട്. ആ സർക്കിൾ ഷേപ്പിനുള്ളിലേക്ക് എനിക്ക് പെർഫെക്റ്റ് ആയിട്ട് ഈ റോസിൻ്റെ ഇമേജിനെ പ്ലേസ് ചെയ്യണം. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ക്ലിപ്പിംഗ് മാസ്ക് ഉപയോഗിക്കുന്നത്. ഓക്കെ, സോ നമുക്ക് ഒരു സർക്കിൾ ഷേപ്പ് ഫസ്റ്റ് വരയ്ക്കാം. ഞാനൊരു എലിപ്സ് ടൂൾ എടുത്തു, ഷിഫ്റ്റ് യൂസ് ചെയ്ത് ഞാൻ പെർഫെക്റ്റ് ആയിട്ട് ഒരു സർക്കിൾ ഷേപ്പ് വരച്ചു. ഓക്കെ, ഇതിലേക്ക് ഞാനൊരു കളർ ഫില്ല് ചെയ്ത് കൊടുത്തു. ഒരു ഫിൽ കളർ ഞാനൊരു വൈറ്റ് ഇട്ട് കൊടുത്തു. ഞാൻ ഈ ഇമേജ് ഇവിടെ പ്ലേസ് ചെയ്തു, ജസ്റ്റ് ഒന്ന് മാക്സിമൈസ് ചെയ്തു. ഓക്കെ, ഇനി ഞാൻ രണ്ട് ഇമേജും ഫസ്റ്റ് ഓഫ് ഓൾ നമ്മുടെ ഇമേജും സെലക്ട് ചെയ്യണം. എന്നിട്ട് നമ്മുടെ ഈ രണ്ട് ഇമേജും നമ്മൾ സെലക്ട് ചെയ്യണം. സോ സെലക്ട് ബോത്ത് ഇമേജസ്. Okay, then going to object, clipping mask, make. ഓക്കെ, പെർഫെക്റ്റ് ആയില്ലേ? ഇപ്പോൾ നമുക്ക് പെർഫെക്റ്റ് ആ സർക്കിളിനുള്ളിലേക്ക് നമ്മുടെ ഇമേജ് നമ്മൾ കറക്റ്റായിട്ട് പ്ലേസ് ചെയ്തു. ഇതിനാണ് നമ്മൾ Adobe Illustratorൽ ക്ലിപ്പിംഗ് മാസ്ക് ഉപയോഗിക്കുന്നത്. ഓക്കെ, സോ നെക്സ്റ്റ് എക്സാമ്പിൾ. അഗൈൻ പ്ലേസ് ഇമേജ് ഞാൻ പ്ലേസ് ചെയ്തു. സോ പെർഫെക്റ്റ്ലി നമുക്ക് അലൈൻ ചെയ്ത് വെക്കാം. ജസ്റ്റ് മാക്സിമൈസ് ചെയ്യാം വിൻഡോ. ഓക്കെ, ഞാൻ വീണ്ടും ഒരു എലിപ്സ് ടൂൾ എടുത്തു, ഒരു എലിപ്സ് ഷേപ്പ് ക്രിയേറ്റ് ചെയ്തു. ഇതിന് ഞാനൊരു വൈറ്റ് കളർ ഞാൻ സ്ട്രോക്ക് കൊടുത്തു. അഗൈൻ വീണ്ടും ഒരു എലിപ്സ് ഞാൻ ക്രിയേറ്റ് ചെയ്തു. ഓക്കെ, ഇനി ഞാൻ ഈ രണ്ട് എലിപ്സും ഞാൻ സെലക്ട് ചെയ്ത് വിൻഡോയിൽ പോയിട്ട് ഞാനിവിടെ നമ്മുടെ പാത്ത് ഫൈൻഡറിൽ പോവാം. പാത്ത് ഫൈൻഡറിൽ പോയിട്ട് ഞാൻ അതിനെ ജോയിൻ കൊടുത്തു. ഓക്കെ, ഇപ്പോൾ ഒരു ഷേപ്പ് ഞാൻ ക്രിയേറ്റ് ചെയ്തു. ഇനി ഷേപ്പിലേക്ക് ഞാൻ ഫിൽ കളർ ഞാൻ അപ്ലൈ ചെയ്ത് കൊടുത്തു. ഓക്കെ, സോ ഇനി രണ്ട് ഇമേജ് ബോത്ത് ഇമേജ് സെലക്ട് ചെയ്തിട്ട് ഓബ്ജക്റ്റ്, ക്ലിപ്പിംഗ് മാസ്ക്, മേക്ക്. കണ്ടില്ലേ? ഇപ്പം നമ്മൾ എന്ത് ടൈപ്പിലുള്ള ഡിസൈൻ വരച്ചു അല്ലെങ്കിൽ എന്ത് ഷേപ്പ് നമ്മൾ ക്രിയേറ്റ് ചെയ്തു, ആ ഷേപ്പിനുള്ളിലേക്ക് നമുക്ക് പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് നമ്മുടെ ഇമേജിനെ പ്ലേസ് ചെയ്യാം. ഓക്കെ, ഇനി നമുക്ക് ഈ ക്ലിപ്പിംഗ് മാസ്കിന് നമുക്ക് പുറത്ത് കിടക്കണമെങ്കിൽ സെലക്ട് ചെയ്യുക, റൈറ്റ് ക്ലിക്ക് ചെയ്യുക, നമുക്ക് റിലീസ് ക്ലിപ്പിംഗ് മാസ്ക് സെലക്ട് ചെയ്യാം. റിലീസ് ക്ലിപ്പിംഗ് മാസ്ക് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ക്ലിപ്പിംഗ് മാസ്കിനുള്ളിൽ പുറത്ത് കിടക്കാം. ഓക്കെ, വീണ്ടും നമുക്ക് ക്ലിപ്പിംഗ് മാസ്ക് ചെയ്യണമെങ്കിൽ വീണ്ടും നമുക്ക് ഓബ്ജക്റ്റ് സെലക്ട് ചെയ്യുക, റൈറ്റ് ക്ലിക്ക് ചെയ്യുക, മേക്ക് ക്ലിപ്പിംഗ് മാസ്ക് കൊടുക്കുക. ഓക്കെ, സോ നെക്സ്റ്റ് എക്സാമ്പിൾ. വീണ്ടും ഞാനൊരു പെൻ ടൂൾ എടുത്തു, ഒരു ഷേപ്പ് ഞാനിവിടെ ക്രിയേറ്റ് ചെയ്യുമ്പോഴാണ്. സോ ഇങ്ങനത്തെ ഒരു ഷേപ്പാണ് ഞാൻ ക്രിയേറ്റ് ചെയ്യുന്നത്. ഓക്കെ, ഇതിലേക്ക് നമുക്കൊരു ഫിൽ കളർ ഞാൻ അപ്ലൈ ചെയ്ത് കൊടുത്തു. ഓക്കെ, അഗെയിൻ ഞാൻ ഇമേജ് ഇങ്ങോട്ട് പ്ലേസ് ചെയ്യുമ്പോഴാണ് ഈ ഒരു സിറ്റിയുടെ ഇമേജ് ഞാൻ ഇങ്ങോട്ട് പ്ലേസ് ചെയ്തു. ഓക്കെ, ഇനി നമ്മളെന്ത് ചെയ്യണം? നമ്മൾ മാസ്ക് ചെയ്യാൻ പോകുന്ന ഓബ്ജക്റ്റ് നമ്മൾ വരച്ച ഷേപ്പിൻ്റെ പുറകിലായിരിക്കണം. ഓക്കെ, അപ്പോൾ ഞാൻ ഇമേജ് സെലക്ട് ചെയ്തു, റൈറ്റ് ക്ലിക്ക് ചെയ്തു, അറേഞ്ച്, സെൻഡ് ടു ബാക്ക് കൊടുക്കുക. ഓക്കെ, എന്നിട്ട് ഞാൻ ഈ ഷേപ്പ് ഞാൻ കറക്റ്റായിട്ട് എനിക്ക് കറക്റ്റായിട്ട് വേണ്ടത് നമുക്ക് എങ്ങനെ വേണമെങ്കിൽ നമുക്കത് ചേഞ്ച് നമ്മുടെ ആർട്ട് വർക്കിനനുസരിച്ച് നമുക്കത് കറക്റ്റായിട്ട് വയ്ക്കാം. ഓക്കെ, ഇനി ഞാൻ രണ്ട് ഓബ്ജക്റ്റും സെലക്ട് ചെയ്തു, ഓബ്ജക്റ്റ്, ക്ലിപ്പിംഗ് മാസ്ക്, മേക്ക്. ക്ലിയർ അല്ലേ? ഓക്കെ, സോ ഇങ്ങനെ നമ്മൾ നമ്മുടെ ആർട്ട് വർക്കിലേക്ക് ആവശ്യമായ ഷേപ്സ് ഡിസൈനുള്ളിലേക്ക് നമ്മുടെ ഇമേജിനെ പ്ലേസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ Adobe Illustratorൽ നമ്മൾ ക്ലിപ്പിംഗ് മാസ്ക് ഉപയോഗിക്കുന്നത്. ഓക്കെ, സോ ഇന്നത്തെ ക്ലിപ്പിംഗ് മാസ്കിനെ പറ്റിയിട്ടുള്ള ട്യൂട്ടോറിയൽ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ദയവായി എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക്, ഷെയർ, കമൻറ്റും ചെയ്യുക. അതോടൊപ്പം തന്നെ താഴെ കാണുന്ന ബെലൈക്കൺ അമർത്തിയാൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന ലേറ്റസ്റ്റ് വീഡിയോസിൻ്റെ
നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. ഓക്കെ, സോ താങ്ക്സ് ഫോർ വാച്ചിങ്. ടിൽ ദെൻ ബൈ.